ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ആധുനിക കേരളത്തെ കൂടി തള്ളിവിടാൻ വേണ്ടിയാണ് പുനരുത്ഥാനവാദികൾ ക്ഷേത്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അവരുടെ സാംസ്കാരിക പ്രവർത്തനം ചെയ്യുന്നത്. പുനരുത്ഥാനവാദികൾ അവരുടെ സാംസ്കാരിക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പതുക്കെ സാംക്രമിക രോഗം പോലെ നമ്മിലേക്കും പടരുന്നുണ്ട്. അത് പടരാതിരിക്കലും മനുഷ്യപക്ഷ രാഷ്ട്രീയം എന്നത് മതനിരപേക്ഷമാണ്. മതങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടതില്ല, മതത്തെ ഉപേക്ഷിക്കേണ്ടതുമില്ല, മതങ്ങളെ ഉപേക്ഷിക്കാനും സാധ്യമല്ല. പക്ഷെ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മനുഷ്യവിമോചനത്തിന്റെ ആശയങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം. ഒരുപക്ഷെ 39 ബീഡി തെറുപ്പ് തൊഴിലാളികളുടെ സമരം പൊന്നാനിയിൽ നടന്നപ്പോൾ അന്ന് ആബാലവൃദ്ധം മുസ്ലിം സമൂഹം ആ സമരത്തിൽ പങ്കുചേർന്നു. നല്ല നമ്പൂതിരിയായ പ്രേംജി അന്ന് പാടി നടന്നത് ഒരു പക്ഷെ ഇന്ന് ഓർമ്മയുണ്ടോ പലർക്കും അറിയില്ല. വേലവിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്നരുൾ ചെയ്തു, കൊലകൾ എതിർക്കും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല നമ്പൂതിരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ തെറ്റുകൂടാതെ പറയുന്നത് കേട്ടത് കൊണ്ട് മാത്രമല്ല, ജലീൽ ഭായിക്കൊക്കെ അറിയാം, അത് വേല ചെയ്ത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ. അതൊരു കമ്മ്യൂണിസ്റ്റ് പക്ഷ നിലപാടാണ്. അത് നബി പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. യേശുക്രിസ്തു മോസ്കോയിൽ എന്ന് പറഞ്ഞിട്ട് കേദാമോദരന്റെ പ്രമാദമായ ഒരു ലഘുലേഖയാണ്. യേശുക്രിസ്തു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അതിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിന്ദിതരെ, നിരാശ്രയരെ, പട്ടിണി കിടക്കുന്നവരെ നിങ്ങൾ കൂടെ വരൂ എന്ന് പറഞ്ഞ ആദ്യത്തെ വിപ്ലവകാരിയാണ് യേശുദേവൻ എന്ന് പറഞ്ഞത് കേദാമോദരൻ എന്ന കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ ഈ മതങ്ങളിലുള്ള മനുഷ്യവിമോചനപരമായ ആശയങ്ങളെ മനുഷ്യരുടെ കൂടെ നിർത്തേണ്ടത് ആണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരം. അല്ല മതങ്ങളെ തള്ളിക്കളയാനൊന്നും കമ്മ്യൂണിസ്റ്റുകാർ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ മാർക്സ് തന്നെ ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ മതം അഭയമായി തീരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നായന്മാർക്ക് അടിക്കാൻ അവകാശമില്ലാത്തൊരു മണിയുണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് കേട്ടറിവുണ്ടാവും. നായന്മാർ മണി അടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നായന്മാർ തന്നെയാണ് കാവലും നിന്നിരുന്നത്. അതാണ് ആത്മാവിന്റെ അടിമത്തം. അവിടെയാണ് കൃഷ്ണപിള്ള എന്ന നായർ പോയിട്ട് ആ മണി അടിച്ചത്. ആ മണി അടിച്ചപ്പോൾ കൃഷ്ണപിള്ളയെ അടിച്ചു വീഴ്ത്തി അനവധി നായന്മാർ പുറത്ത് വൈക്കോക്കുണ്ടയെ തല്ലുന്നത് പോലെ തല്ലിയപ്പോൾ അന്ന് കൃഷ്ണപിള്ള പറയാനിട വന്ന അൺപാർലമെന്ററിയായ ഒരു വാചകം നിങ്ങൾക്കറിയുണ്ടാവും. ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായർ അവന്റെ പുറത്തടിക്കും. അന്ന് ഈ കൃഷ്ണപിള്ള മണിയടിച്ചത് കൃഷ്ണപിള്ളയ്ക്ക് അമ്പലത്തിൽ കയറാനല്ല, അമ്പലത്തിൽ കയറാൻ അധികാരവും അവകാശവുമുള്ള മനുഷ്യരെ തടഞ്ഞു നിർത്തുന്ന സാമൂഹ്യ അനീതിക്കെതിരെ ശബ്ദിക്കാൻ അന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഉണ്ടായിട്ടുള്ളത് എന്നതൊരു